എവരിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. നമ്മുടെ +2 ക്ലാസ്സിലുള്ള ചാപ്റ്റർ 6 ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എൻട്രൻസിനായാലും ബോർഡ് എക്സാമിനായാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. അപ്പോൾ ഇതിൻ്റെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെക്ഷനും അതിൻ്റെ റിസൾട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് ഇതിൽ NCERT ടെക്സ്റ്റിൽ ഇത് ബിഗിൻ ചെയ്യുന്നത് തന്നെ ഫാരഡേയുടെ ഹെൻറിയുടെ ഒരു എക്സ്പെരിമെന്റ് വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് എക്സ്പെരിമെന്റ് ആണ് ഇതിന്റെ എല്ലാത്തിന്റെയും ബേസിസ്. അവിടെ നിന്നാണ് നമ്മൾ ഫർദർ ആയിട്ടുള്ള തിയറികളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത്. സോ അത് ക്ലിയർ ആയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റർ ഒക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ NCERT ബുക്കിലുള്ള അതേ ഫിഗർ ആണ്. അപ്പോൾ ഈ ഒരു നോട്ടും നിങ്ങൾക്ക് ആ ടെക്സ്റ്റ് ബുക്കും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് പഠിക്കാം. ഇതിൽ ഫസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് മാഗ്നറ്റും ഒരു കോയിലും വെച്ചിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ കോയിൽ ആൻഡ് ദിസ് ഈസ് അവർ മാഗ്നറ്റ്. രണ്ട് പോൾ കാണിച്ചിട്ടുണ്ട്, അതിന്റെ ഫീൽഡിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇതെന്ന് പറയുന്നതാണ് ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്റർ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചെറിയൊരു കറണ്ട് ഡിഫ്ലക്ഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് അറിയാം. ഇത് പിന്നെ കറണ്ടിന്റെ ഡയറക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ നോർത്ത് പോളാണ് ആദ്യം കോയിലിലേക്ക് ഉള്ളിലേക്ക് പുഷ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഗാൽവനോമീറ്റർ ടെമ്പററി ആയിട്ട് ഒരു ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ട്. അതെന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു മീനിങ് ആണ് നമുക്ക് തരുന്നത്. ഇനി ദിസ് ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് ഇലക്ട്രിക് കറണ്ട് ഇൻ ദ കോയിൽ. ഡിഫ്ലക്ഷൻ റിവേഴ്സസ് വെൻ ദ മാഗ്നറ്റ് ഈസ് പുൾഡ് അവേ. അതായത് ഈ നോർത്ത് പോൾ നമുക്ക് ഇവിടെ നിന്ന് മാറ്റുന്ന സമയത്ത് ഇങ്ങോട്ടാണോ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചതെന്ന് വിചാരിക്കുക. എടുത്ത് മാറ്റുന്ന സമയത്ത് ലെഫ്റ്റിലേക്ക് കാണിച്ച ഡിഫ്ലക്ഷൻ റൈറ്റിലേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ സംതിങ് എന്തോ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിന്ന് കിട്ടുന്ന കീ ഒബ്സർവേഷൻസ് എന്താണ്? ഒന്ന്, റിലേറ്റീവ് മോഷൻ. കറന്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഓൺലി ആസ് ലോങ് ആസ് ദർ ഈസ് മൂവ്മെന്റ് ബിറ്റ്വീൻ ദ സോഴ്സ് ആൻഡ് ദ കോയിൽ. അതായത് ഈ കോയിലും അതേപോലെ നമ്മുടെ സോഴ്സ് ആയിട്ടോടെ വർക്ക് ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ മാഗ്നറ്റ്. ഇവർ തമ്മിലുള്ള ഒരു റിലേറ്റീവ് മോഷൻ ഉള്ള സമയത്ത് മാത്രമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ? കറന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് മനസ്സിലായി. നെക്സ്റ്റ് വൺ ഈസ് ദ സ്പീഡ് മാറ്റേഴ്സ്. Pushing the magnet faster into the coil increases the induced current magnitude. That is അതിന്റെ വെലോസിറ്റി. എത്രത്തോളം സ്പീഡിലാണ് ആ മാഗ്നറ്റ് നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിടുന്നത് അതനുസരിച്ചിട്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂടുന്നുണ്ട്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. Then directional, reversing the direction of motion or polarity reverses the current direction. കണ്ടു, പോൾ നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് കറണ്ടിന്റെ ഡയറക്ഷൻ നന്നായിട്ട് റിവേഴ്സ് ആവും നമുക്ക് കണ്ടു. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ഈ ഒരു സിമ്പിൾ എക്സ്പെരിമെന്റിൽ നിന്ന്. നെക്സ്റ്റ് അവര് ആ എക്സ്പെരിമെന്റിൽ ചെറിയൊരു മാറ്റം വരുത്താണ്. എക്സ്പെരിമെന്റ് 6.2 കോയിൽ ആൻഡ് കോയിൽ. ദിസ് ഇസ് ദ ഇലക്ട്രോ മാഗ്നറ്റ് സെറ്റപ്പ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. സെക്കൻഡ് എക്സ്പെരിമെന്റിൽ ഫാരഡേ റീപ്ലേസ് ദ ബാർ മാഗ്നറ്റ് വിത്ത് എ സെക്കൻഡ് കോയിൽ കണക്റ്റഡ് ടു എ ബാറ്ററി. ഇതായിരുന്നല്ലോ നമ്മുടെ ആദ്യത്തെ സെറ്റപ്പ്. അപ്പോൾ രണ്ടാമത്തെ സെറ്റപ്പിൽ ആ ബാർ മാഗ്നറ്റ് റീപ്ലേസ് ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്? വേറൊരു കോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ഫസ്റ്റത്തെ C1 കോയിൽ ഗാൽവനോമീറ്ററിലേക്ക് കണക്റ്റഡ് ആണെങ്കിൽ സെക്കൻഡാമത്തെ കോയിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും എന്തിലേക്കാണ്? ബാറ്ററിയിലേക്കാണ്. Then moving C2 towards C1 produces the exact same induction effect as a permanent magnet. നേരത്തെ ബാർ മാഗ്നറ്റ് ആണ് C1ന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്താണ് ചെയ്തത്? കോയിൽ C2 ആണ് C1ലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന എഫക്റ്റ് അത് തന്നെയാണ് ഇവിടെയും ഇൻഡക്ഷൻ എഫക്റ്റ് ഉണ്ടായത്. ഇതാണ് നെക്സ്റ്റ് എക്സ്പെരിമെന്റിൽ നിന്ന് ഫാരഡേക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. And next is the experiment 6.3 stationary induction. ഇതിൽ നിന്ന് അദ്ദേഹത്തിന് ക്ലിയർ ആയിട്ട് മനസ്സിലായി ഇൻഡക്ഷൻ ഹാപ്പൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം? There should be a relative motion in between the source and the coil. ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ലാതെ ഒരിക്കലും ഇൻഡക്ഷൻ നടക്കില്ല. Faraday proved that simply starting or stopping the current in one coil induces a pulse in the other. This proved that change is required catalyst for induction. രണ്ട് കോയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കോയിൽ മറ്റേ കോയിലിന് റിലേറ്റീവ് ആയിട്ട് മൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇവിടെ ആ ഒരു മോഷൻ ഉണ്ടല്ലോ, അതാണ് ഇൻഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് ഫാരഡേക്ക് മനസ്സിലാവുകയാണ്. Then here is a soft iron core effect. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
Signal boosting. Inserting a soft iron rod along the axis of the coils increases the magnetic flux linkage. അതായത് ഓൾറെഡി ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഇൻട്രൊഡ്യൂസ് ആവുന്നുണ്ട്, അതിന്റെ റിസൾട്ടായി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മളൊരു സോഫ്റ്റ് അയൺ റോഡ് ഈ കോയിലിന്റെ ആക്സിസിന്റെ അതേ ഡയറക്ഷനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടായ മാഗ്നറ്റിക് ഫ്ലക്സിന്റെ എമൗണ്ട് കൂടുന്നുണ്ട് എന്ന് മനസ്സിലായി. ഓക്കെ. This results in a massive increase in the induced EMF. ഇത് എന്താ ഉണ്ടാക്കുന്നത്? ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ഈ ഇൻഡ്യൂസ്ഡ് EMFന്റെ എമൗണ്ടിൽ കൂട്ടുന്നുണ്ട്. അതായത് സോഫ്റ്റ് അയൺ കോർ നമുക്കറിയാം, അയൺ എന്ന് പറയുന്നത് ഹൈലി മാഗ്നറ്റൈസ് ആവാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ്. സോ ഈ അയൺ കോർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് മാസീവായിട്ട് ഇൻഡ്യൂസ്ഡ് EMF കൂടുന്നുണ്ട്. എ പ്രിൻസിപ്പിൾ യൂസ്ഡ് ഇൻ മോഡേൺ ട്രാൻസ്ഫോമേഴ്സ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന്റെ പ്രൊഡക്ഷനും സപ്ലൈക്കും വേണ്ടി യൂസ് ചെയ്യുന്ന ട്രാൻസ്ഫോമേഴ്സ് എല്ലാം തന്നെ യൂസ് ചെയ്യുന്ന മേജർ പ്രിൻസിപ്പിൾ ആണ് എന്ത്? ഇൻഡ്യൂസ്ഡ് EMF ജനറേറ്റ് ചെയ്തിട്ടുള്ള കറണ്ട് ഇൻഡക്ഷൻ. ഓക്കെ, അതാണ് ഇന്ന് എല്ലാത്തിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതിന് പിന്നിൽ വർക്ക് ചെയ്ത രണ്ട് സയന്റിസ്റ്റുകളാണ് ഫാരഡേ ആൻഡ് ഹെൻറി. അതാണ് സോഫ്റ്റ് അയൺ കോർ എഫക്റ്റ്. Then next, defining magnetic flux. എന്താണ് magnetic flux എന്ന് നമ്മൾ നോക്കാൻ പോവാണ്. The flux formula. Magnetic flux represents the total number of magnetic field lines passing through an area. Magnetic flux എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മളൊരു ഗിവൺ ഏരിയ, ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ആ ക്രോസ് സെക്ഷനിൽ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു എന്നുള്ളത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാഗ്നറ്റിക് ഫ്ലക്സ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ക്രോസ് സെക്ഷൻ ഏരിയ നോക്കുകയാണെങ്കിൽ ഇതിലൂടെ എത്ര മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കടന്നു പോകുന്നു നോക്കുക. മാഗ്നറ്റിക് ഫ്ലക്സ് റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ ആണിത്. നിങ്ങൾക്ക് വളരെയധികം ഫെമിലിയർ ആണ്. ഇത് Φb ഇസ് ഈക്വൽ ടു B.A. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്, ക്രോസ് പ്രൊഡക്റ്റ് അല്ല, ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എന്ത് വരും? BA cos theta, where theta is the angle between the field and the area vector. B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്, A എന്ന് പറയുന്നത് ഏരിയ വെക്ടർ. ഇവ രണ്ടിനും ഇടയിലുള്ള ആംഗിൾ എത്രയാണോ അതിന്റെ കൊസൈൻ എടുക്കുക. അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ആൻഡ് ദിസ് ഇക്വേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം പല ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഇക്വേഷൻ ആണ് B.A BA cos theta. Then മാഗ്നറ്റിക് ഫ്ലക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണ്. അതിന്റെ ഒരു സമ്മറി ടേബിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്വാണ്ടിറ്റി ടൈപ്പ് എന്ന് പറയുന്നത് സ്കേലാർ ആണ്, വെക്ടർ അല്ല, ഡയറക്ഷൻ ഇല്ല, മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. SI യൂണിറ്റ് ഇല്ല. സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഉണ്ട്, വിബർ ആണ് വരുന്നത്. ദെൻ ഇത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ജസ്റ്റ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ സിമ്പിള്, അതിന്റെ ഇക്വേഷൻ, അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. ദെൻ ദ പ്രോസസ് ഓഫ് ഇൻഡക്ഷൻ ആണ് പറയുന്നത്. കുറെ അധികം പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആദ്യം ചേഞ്ച്. എല്ലാത്തിനും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ടത് എന്താണ്? ചേഞ്ച് ആണ്. റിലേറ്റീവ് മോഷൻ ഓർ കറന്റ് ചേഞ്ച് ബിഗിൻസ്. അതായത് എപ്പോഴും രണ്ട് കോയിലാണെങ്കിൽ ആ രണ്ട് കോയിലുകൾക്കിടയിൽ, അതല്ല ഒരു കോയിലും ഒരു മാഗ്നറ്റും ആണെങ്കിൽ അങ്ങനെ എന്താണെങ്കിലും അതിൻ്റെ ഇടയിൽ എന്തുണ്ടാവണം? ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു മോഷൻ ഉണ്ടാണെങ്കിൽ മാത്രം ആ ഒരു ചേഞ്ച്, അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഫ്യൂവൽ എന്ന് പറയുന്നത്. അതുണ്ടെങ്കിൽ മാത്രമാണ് കറണ്ട് പ്രൊഡക്ഷൻ നടക്കുള്ളൂ. ഫിസിക്കൽ മൂവ്മെന്റ് ഇല്ലാതെ ഇവിടെ ഒന്നും തന്നെ ഹാപ്പൻ ചെയ്യില്ല. ഇനി ഒരു റിലേറ്റീവ് മോഷൻ ഉണ്ടായി എന്ന് വിചാരിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഫ്ലക്സ് ഷിഫ്റ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദ ലൂപ്പ് ചേഞ്ചസ്. നേരത്തെ പറഞ്ഞു ഒരു ഗിവൺ ക്രോസ് സെക്ഷനിൽ എത്രത്തോളം ലൈൻസ് പോകുന്നുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്, അതാണ് മാഗ്നറ്റിക് ഫ്ലക്സ്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, അങ്ങനെ പോകുന്ന ലൈൻസ് എന്താവുന്നുണ്ട്? ചേഞ്ച് ആവും, പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവും. അതിന്റെ റീസൺ എന്ന് പറയുന്നത് പെട്ടെന്നൊരു റിലേറ്റീവ് മോഷൻ വരികയാണ്. ആ മോഷൻ കാരണം കൊണ്ട് തന്നെ അത്ര നേരം പോയിക്കൊണ്ടിരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരു ചേഞ്ച് വരുന്നു. EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സസ് ജനറേറ്റഡ് ഇൻ ദ ലൂപ്പ്. ആ ഒരു ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ആ ലൂപ്പിന്റെ ഉള്ളിൽ ജനറേറ്റഡ് ആവുന്നു. EMF ജനറേറ്റ് ആവുന്നത് കൊണ്ട് തന്നെ കറന്റ് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നു, സർക്യൂട്ട് കംപ്ലീറ്റ് ആവുന്നു. ഇതിനെയാണ് നമ്മൾ ഇൻഡ്യൂസ്ഡ് കറന്റ് എന്ന് പറയുന്നത്. Okay, thank you for participating in today's lesson on electromagnetic induction.
Our next lesson is Faraday's laws of induction. Faraday's laws തൊട്ടിട്ടാണ് നമ്മുടെ ചാപ്റ്റർ ശരിക്കും പറഞ്ഞാൽ ബിഗിൻ ആവുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ്. പക്ഷേ ഈ എക്സ്പെരിമെന്റ് അറിഞ്ഞിട്ട് മാത്രമാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്റെ വേൾഡിലേക്ക് നമുക്ക് കടക്കാൻ തന്നെ സാധിക്കുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇതിൽ നിന്ന് ഒരുപാട് കോൺസെപ്റ്റുവൽ ആയ ക്വസ്റ്റ്യൻസ് ഒക്കെ എൻട്രൻസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത് ആദ്യത്തെ വീഡിയോ ആണ് ചാനലിൽ. സോ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇനി അങ്ങോട്ട് ഇഷ്ടം പോലെ ചാപ്റ്റേഴ്സ് നമുക്കുണ്ട്. ഈസിയാണ്, ടഫായിട്ടുള്ള ഒരുപാട് ഫിസിക്സ് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം തന്നെയാണ് ഞാൻ മുന്നോട്ട് പോവുക. സംശയങ്ങളൊക്കെ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.